കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ജിയോങ്ങിനെയാണ് കാണിക്കുന്നത്. അവളുടെ നാട് ഒരു ഗ്രാമപ്രദേശത്താണ്. പക്ഷേ ആ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലെ ഒരു വലിയ കമ്പനിയിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അവളുടെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അച്ഛനെ രക്ഷപ്പെടുത്താൻ കഴിയൂ. സോ അതിനായിട്ട് ഇപ്പോൾ ഇവൾ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവൾ അവിടെ വെച്ച് ഒരു മുത്തശ്ശൻ തലക്കറങ്ങി വീഴുന്നത് കാണുന്നു. ഹെഡ് സ്ട്രോക്ക് കാരണമാണ് മുത്തശ്ശൻ തലക്കറങ്ങി വീണെന്ന് മനസ്സിലാക്കിയ അവൾ ബാഗിൽ നിന്ന് ഒരു മരുന്ന് കുപ്പി എടുക്കുന്നു. എന്നാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ശ്രമത്തിലും അതുവഴി പോയ ആൾക്കാർ ഗ്രാമത്തിൽ നിന്ന് വന്നവർ ഓരോ ട്രിക്ക് കാണിച്ച് ക്യാഷ് വാങ്ങാനുള്ള വഴിയാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. അവർ പറയുന്നതൊന്നും അവൾ വലിയ കാര്യമാക്കിയെടുക്കാതെ വേഗം തന്നെ അവൾ ആ മുത്തശ്ശന് മരുന്ന് കൊടുക്കുന്നു. ബോധം വന്ന മുത്തശ്ശൻ അവളോട് നന്ദി പറയുകയും നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് എടുത്തു ചോദിക്കുന്നു. എൻ്റെ കൊച്ചുമകൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ് ഹീറോയെ കാണിക്കുകയാണ്. ഇതാണ് കഥയിലെ നായകൻ ഷെന്ന്. ആ നാട്ടിലെ ഒരു വലിയ കോടീശ്വരനാണ് ഷെന്ന്. അപ്പോൾ അവന് മുത്തശ്ശൻ്റെ കോള് വരികയാണ്. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്, നീ വേഗം വരണമെന്ന് പറയുന്നു. ശേഷം അവൾ മുത്തശ്ശനെ ഒരിടത്തിരുത്തി. എൻ്റെ മകന് 28 വയസ്സായി. അവനധികം മിണ്ടാത്ത കൂട്ടത്തിലാണ്. പക്ഷേ അവൻ നല്ല സ്വഭാവമുള്ളവനാണ്. എന്തായാലും അവൻ വരട്ടെ, ഞാൻ എന്തായാലും നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് സംസാരിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ അവിടേക്ക് ഷെന്ന് വരുന്നു. ഷെൻ വന്നതും ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം എന്ന് മുത്തശ്ശൻ അവളെ അവൻ്റെ അടുത്തേക്ക് തള്ളിയിടുകയാണ്. ആദ്യ കാഴ്ചയിൽ ജിയോങ്ങിനെ ഹീറോ ബോധിച്ചിരിക്കുന്നു. എന്തിനാണ് എന്നോട് വേഗം വരാനായി പറഞ്ഞതെന്ന് ഷെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹെഡ് സ്ട്രോക്ക് വന്നു, ഇവളാണ് എന്നെ രക്ഷിച്ചത്, എൻ്റെ ജീവിതം രക്ഷിച്ച ഇവളെ തിരിച്ച് സഹായിക്കാൻ നിന്നെ ഇവളെ കല്യാണം കഴിക്കണം എന്ന് മുത്തശ്ശൻ തർപ്പിച്ച് പറയുമ്പോൾ ഞാൻ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല സഹായിക്കുന്നത്. ഞാൻ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് വന്നത് തന്നെ ജോലിക്കായിട്ടാണ്. ഇപ്പോഴൊന്നും ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നവൾ പറഞ്ഞതും അവൾക്ക് ഒരു കോള് വരികയാണ്. വിളിച്ചതും മറ്റാരുമല്ല, അവളുടെ അമ്മയായിരിക്കും. അച്ഛന് കിഡ്നി കിട്ടിയെന്നും പക്ഷേ ഓപ്പറേഷന് കുറച്ചധികം ക്യാഷ് ആവുമെന്ന് കേട്ടപ്പോൾ അത്രയും ക്യാഷ് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് അവൾ പറയുന്നു. പക്ഷേ അവൾക്ക് കുറച്ച് ക്യാഷും വേണമെന്നും കൂടി ചോദിക്കുകയാണ്. ക്യാഷല്ലേ, ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശൻ സമ്മതിക്കുകയും അവൻ ആ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഉടനെ കൊച്ചുമകനോട് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ ഇത്രയും നന്മയുള്ള പെൺകുട്ടിയെ കിട്ടാൻ ഷെൻ ഫാമിലി ഭാഗ്യം ചെയ്തവരായിരിക്കണം. എന്താണെങ്കിലും നിന്നെ ഇവിടെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും മുത്തശ്ശൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെ ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോലിക്കായി സിറ്റിയിലേക്ക് വന്നവൾ അരമണിക്കൂർ കൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞു. പുറത്തേക്ക് വന്നവൾ ഇന്ന് എൻ്റെ ആദ്യ വർക്കിംഗ് ഡേ ആണ്, ഒരുപാട് ലേറ്റായെന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോൾ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ്റെ കാറിൽ കയറ്റുന്നു. എന്നാൽ അവൻ്റെ കാർ കാണുമ്പോൾ അവൾ അന്തം വിടുകയാണ്. ഈ കാറിന് നല്ല ക്യാഷ് ആവില്ലേ, എനിക്ക് കിട്ടിയത് ജാക്ക്പോട്ടാണെന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവൾ പോകുമ്പോൾ അവൻ്റെ കമ്പനിയുടെ മുന്നിലായിരിക്കും നിർത്തുക. അപ്പോഴാണ് അവൻ അറിയുന്നത് ഷെൻ ഗ്രൂപ്പ് ഫാമിലി ക്ലീനറായിട്ടാണ് ഇവൾ ജോലിക്ക് വന്നതെന്ന്. പുറത്തിറങ്ങിയ അവൾ തരേണ്ട ക്യാഷ് എന്തായാലും ഞാൻ ജോലിയെടുത്ത് തരുമെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ ഭാര്യ കമ്പനിയിൽ കയറി കൊടുക്കണമെന്ന്. അതിൻ്റെ കാര്യമില്ല, ഷെൻ ഗ്രൂപ്പ് പേഴ്സണൽ കാര്യവും ബിസിനസ് കാര്യത്തിൽ ഇടപെടാറില്ല, അവൾക്ക് ആരുടെയും സഹായം വേണ്ടി വരില്ല എന്ന് ഷെൻ പറയുന്നു. അങ്ങനെ അവൾ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേഷമെല്ലാം ഇട്ട് റിസപ്ഷനിൽ ഇന്ന് മുതൽ ജോയിൻ ചെയ്യാനായി വരുമ്പോൾ കുറച്ച് ലേറ്റായെന്ന് പറയുന്നു. ലേറ്റായതുകൊണ്ട് തന്നെ ഷെൻ ഗ്രൂപ്പ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഇവിടെ ജോലി ചെയ്യുന്നവർ കുറഞ്ഞത് ഡിഗ്രിയെങ്കിലും ഉണ്ടാകും. ഗ്രാമത്തിൽ നിന്ന് വന്ന നിനക്കൊക്കെ ഇവിടെ ക്ലീനിങ് ആയിട്ട് ജോലി കിട്ടിയാൽ തന്നെ ആനുകൂല്യമാണ്. എന്നിട്ട് വൈകി വന്നതിന് ഓരോ റീസൺ എന്ന് പറഞ്ഞ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് അവളെ വഴക്ക് പറയുമ്പോൾ അവിടേക്ക് മാനേജറായി ഹീ വന്ന് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഈ കമ്പനിയുടെ CEO ആയ ഷെന്ന് വരുന്നുണ്ട്. അതിനു മുന്നേ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അവളോട് ആജ്ഞാപിക്കുകയാണ്. ഈ കമ്പനിയുടെ സിഇഒയുടെ പേര് തന്നെയാണല്ലോ തൻ്റെ ഭർത്താവിൻ്റെ പേരെന്ന് അറിയാതെ പറയുമ്പോൾ ഷെന്നിനെ വളയ്ക്കാൻ വന്നതായിരിക്കും എന്ന് കരുതി ഹീ അവളെ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ മാനേജർ ഹീക്കും ഷെന്നും കുട്ടിക്കാലം മുതലേ പ്രണയ ജോഡിയാണ്. പക്ഷേ ഹീക്ക് മാത്രമാണ് ഷെന്നിനോട് പ്രണയം, തിരിച്ച് ഷെന്നിന് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇക്കാര്യം ആ കമ്പനിയിലെ ആർക്കും തന്നെ അറിയില്ല. ഹീ പറഞ്ഞു വച്ചിരിക്കുന്നത് ഷെന്നും താനും പ്രണയത്തിലാണെന്നാണ്.
അവൾ ക്ലീൻ ചെയ്യുന്നിടയിൽ ഹീ കാല് വെച്ചതും റിസപ്ഷനിലത്തെ ലേഡി നിനക്ക് കണ്ണു കണ്ടൂടെ, മാനേജർ ഹീയുടെ കാലിലാണോ തുടയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയുകയാണ്. കാരണം മാനേജർ ഹീനെ സോപ്പിട്ട് നിന്നാലാണ് ഇവർക്കൊക്കെ പ്രമോഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മാനേജർ ഹീയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പെരുമാറുന്നത്. ഇവളെയും അതുപോലെ ഉപദ്രവിക്കുന്നിടയിൽ അറിയാതെ അവളെ വീഴ്ത്തുകയും ആ സമയത്ത് വന്നതും അവൻ്റെ മേൽ വീഴുകയാണ്. അപ്പോൾ ഷെന്നിനെ കാണുമ്പോൾ ഒന്ന് ഷോക്കാവുകയാണ്. കാരണം തൻ്റെ ഭർത്താവാണല്ലോ ഈ കമ്പനിയുടെ പ്രസിഡന്റ് ചോദിക്കുന്നു. അപ്പോൾ റിസപ്ഷനിലെ ലേഡി വന്ന് ഷെന്നിനോട് ഗ്രാമത്തിൽ നിന്ന് വന്നവൾക്ക് ഭയങ്കര അഹങ്കാരിയാണ്, ഞാൻ ഇവളെ ഇപ്പോൾ തന്നെ പുറത്താക്കാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഷെന്ന് ആ ലേഡിയുടെ കൈ തട്ടി മാറ്റി നമ്മുടെ കമ്പനിയിൽ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസിനെക്കാട്ടും കൂടുതൽ സ്വഭാവത്തിനാണ് പ്രാധാന്യമെന്നും എന്ന് മുതലാണ് ആളുകളെ റാഗിങ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ആ ലേഡിയെ ഇവിടുന്ന് പുറത്താക്കാനായി പറഞ്ഞു. ജിയോങ്ങിനോട് ഓഫീസിൽ വരാനായി ആവശ്യപ്പെട്ടു. അബദ്ധത്തിൽ കല്യാണം കഴിച്ച തൻ്റെ ഭർത്താവ് ഒരു കോടീശ്വരനാണോ എന്ന് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ ഓഫീസിലേക്ക് അവളെ വിളിച്ചത് തന്നെ നമ്മുടെ ബന്ധം ആരോടും പറയരുത്, ഞാനായിട്ട് പറയില്ല, നീയായിട്ടും ഇക്കാര്യം ഇവിടെ ആരോടും പറയരുതെന്ന് പറയാനാണ്. അപ്പോൾ അവളുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ അവളുടെ ജോലിയിൽ ഇത് ബാധിക്കരുത്, എന്തായാലും വിവാഹബന്ധം അവളും പറയില്ല എന്ന് നിൽക്കുമ്പോൾ അവൻ അവളുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. അത് കണ്ട് പേടിച്ചവൾ വീഴാനായി പോകുന്നു. പെട്ടെന്ന് അവളെ പേടിക്കുകയും അറിയാതെ രണ്ടുപേരും കിസ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഇവനും അവളെ കുറേശ്ശെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഷെന്നും ഹീയും മീറ്റിങ്ങിനായി പോകുമ്പോൾ ഹീ അവൻ്റെ കോളറെല്ലാം റെഡിയാക്കുകയായിരിക്കും. അതുവഴി വന്ന ജിയോങ് ക്ലീനിങ്ങായി വരുമ്പോൾ ഈ അവൻ്റെ കോട്ടെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് തെറ്റായിട്ട് ചിന്തിച്ച് വേഗം തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതുവഴി ഫയലുമായി വന്ന ഒരു ലേഡിയോട് മാനേജർ ഹീയും ഷെന്നും എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. മാനേജർ ഹീയും ഷെന്നും 3 വർഷം പ്രണയത്തിലാണ്. ഇവളും ഷെന്നിനെ വളയ്ക്കാനായിട്ടായിരിക്കും എന്ന് കരുതി പ്രസിഡന്റ് ഷെന്നിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ നിർത്തുന്നതാണ് നല്ലത്. ഹീ എങ്ങാനും കേട്ടാൽ ജീവനോടെ വെച്ചിക്കില്ലെന്ന് പറഞ്ഞ് ആ ലേഡി പോവുകയാണ്. ഷെന്ന് ഓൾറെഡി പ്രണയത്തിലാണെങ്കിൽ പിന്നെന്തിനാണ് എന്നെ വിവാഹം ചെയ്തതെന്ന് അവൾ മനസ്സിൽ പറയുന്നു. ഇവിടെ PA ഷെന്നിനോട് സാർ നിങ്ങളുടെ വിവാഹം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും അറിയാതെയല്ലേ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഇത് ആരും അറിയാതിരുന്നാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ PO ഞാനും സാറിൻ്റെ കല്യാണം കഴിഞ്ഞത് ആരോടും പറയില്ലെന്ന് പറഞ്ഞ് സംസാരിച്ച് നിൽക്കവേ കറക്റ്റ് ടൈമിൽ ഹീ വന്ന് നിങ്ങൾ ആരുടെ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പറഞ്ഞു വരുമ്പോഴാണ് ഷെന്നിൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് അറിയുന്നത്. ആരെയാണ് കെട്ടിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന് ഷെൻ പറയുന്നു. ഹീ കമ്പനിയിൽ വരാനുള്ള റീസൺ തന്നെ അവൻ തന്നെയാണ്. പക്ഷേ അവൻ ഹീയെ കാണുന്നത് ഒരു അനിയത്തിയെ പോലെയാണ്. അത് കേട്ടവൾക്ക് ദേഷ്യം വരികയും അവിടുന്ന് പോകുന്നു. അപ്പോൾ അവൻ്റെ അമ്മ വിളിച്ച് ഇന്ന് കമ്പനിയിലേക്ക് വരുന്നുണ്ട്, അതും അവൻ കെട്ടിയ പെണ്ണിനെ കാണാനായിട്ട്. ഇവിടെ ഓഫീസിൽ എല്ലാവരും തിരക്ക് പിടിച്ച ജോലിയിലായിരിക്കും. അത് കണ്ട് ഹീ എന്താണ് ഇവിടെ എല്ലാവരും തിരക്ക് പിടിച്ച ജോലിയെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ഷെന്നിൻ്റെ അമ്മ ഈ കമ്പനിയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴും അങ്ങനെ മിസ്റ്റർ ഷെന്നിൻ്റെ അമ്മ സാധാരണ ഒരു വേഷത്തിൽ കമ്പനിയിലേക്ക് വരികയാണ്. കമ്പനിയിലേക്ക് വരുമ്പോൾ ഹീയുമായി അറിയാതെ കൂട്ടിമുട്ടുകയും അവൻ്റെ അമ്മയാണെന്നറിയാതെ ആ ഒരു വേഷം കണ്ട് ഇവരെ ആരാണ് കമ്പനിയിലേക്ക് കയറ്റിയത്, വഴി പോകുന്നവർക്ക് കയറാനുള്ളതല്ല എന്ന് പറഞ്ഞ് ആ അമ്മയെ തള്ളിയിടുകയാണ്. അത് കണ്ട ജിയോങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അത് കണ്ട ഹീ ഇവർ നിന്റെ റിലേറ്റീവ്സ് ആണോ എന്ന് കരുതി ജിയോങ്ങിന്റെ പേര് വിളിക്കുമ്പോഴാണ് ഇത് തൻ്റെ മരുമകളാണെന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് ജിയോങ് അവൻ്റെ അമ്മയെ ഒരിടത്തിരുത്തി റെസ്റ്റ് ചെയ്യാനായി ഇരുത്തുന്നു. അപ്പോഴും അവിടേക്ക് ഹീ വന്ന് നീ ഇവരെ ഇപ്പോൾ തന്നെ പുറത്താക്കിയേക്ക്, ഏതു നിമിഷം വേണമെങ്കിലും മേയറിന്റെ വൈഫ് വരും, അവർക്ക് ഇതൊന്നും കാണുന്നത് ഇഷ്ടമല്ല, കമ്പനിയുടെ ഇമേജ് വെറുതെ കളയരുത് എന്ന് ഹീ പറയുന്നു. ഒരു വയസ്സായ സ്ത്രീയെ ഇവിടെ ഇരുത്തിയെന്ന് പറഞ്ഞ് കമ്പനിയുടെ ഒരു ഇമേജും പോകില്ല എന്ന് അവൾ പറയുമ്പോൾ നിനക്ക് ഈ കമ്പനിയുടെ റൂൾസ് അറിയില്ലല്ലോ, നിന്നെ ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അത് കേട്ട് ദേഷ്യം വന്ന ഷെന്നിൻ്റെ അമ്മ ഷെൻ ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെക്കാട്ടും ജോലിക്കാർക്ക് വരെ തീരുമാനം എടുക്കാറായോ, ആദ്യം നിന്നെയാണ് പുറത്താക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ മാനേജർ ഹീയുടെ വലങ്കയായ ലേഡി മാനേജർ ഹീയും മിസ്റ്റർ ഷെന്നും ചൈൽഡ്ഹുഡ് ഫ്രണ്ടും അതുപോലെ അവർ 2 പേരും ഇഷ്ടത്തിലാണ്.
ഹീയെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യമെന്ന് ഹീയോടൊപ്പം നിൽക്കുന്ന ലേഡി പറഞ്ഞതും ഹീ ഗാർഡ്സിനോട് ഇവരെ രണ്ടുപേരും പുറത്താക്കാനായി പറയുന്നു. ഇവിടുത്തെ തർക്കം കണ്ടുവന്ന ഷെന്ന് ഗാർഡ്സിനെ തള്ളി മാറ്റിക്കിട്ട് അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഹീയും ഹീക്ക് കൂടെ നിന്ന് ലേഡിയും ഷോക്കാവുന്നത്. നിങ്ങളാണോ മിസ്റ്റർ ഷെന്നിന്റെ അമ്മ? എന്നോട് ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ എനിക്കിന്റെ ക്ഷമ ഒന്നും വേണ്ട, എന്നോടല്ല ക്ഷമ പറയേണ്ടത് ഇവളോടാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ജിയോങ്ങിനോട് ക്ഷമ പറയുന്നു. എന്നിട്ട് ഒരാളുടെ വസ്ത്രം കണ്ടല്ല അവരെ വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞ് നാണം കെടുത്തുകയും ഷെന്നിന്റെ അമ്മ നടന്ന കാര്യമെല്ലാം ഷെന്നിനോട് പറയുന്നു. അത് കേട്ട ഷെന്ന് ആർക്കും ഇവിടെ പിരിച്ചുവിടാനുള്ള ഒരു അവകാശം തന്നിട്ടില്ല. ജിയോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹീ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഷെൻ ജിയോങ്ങിന്റെ അടുത്ത് വന്ന് ഇവൾ എന്റെയാണ്. അവരുടെ കല്യാണ കാര്യം പറയാനായി തുടങ്ങിയതും ജിയോ ഞാൻ മേഡത്തിനെ സഹായിക്കുകയേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് ഷെന്നിന്റെ അമ്മ ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഷെന്നിന്റെ അമ്മ ജിയോങ്ങിനെ കൈപിടിച്ച് അവിടുന്ന് പോകുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ലേഡി ഷെന്നിന് കസ്റ്റം ചെയ്ത് വെഡിങ് റിങ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് വാങ്ങി അവൻ പോകുമ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ആ റിങ് കസ്റ്റം ചെയ്താണ്, ആർക്ക് വേണ്ടിയാണ് എന്നറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഹീക്കൊപ്പം നിൽക്കുന്ന ലേഡി അത് മറ്റാർക്ക്, മാനേജർ ഹീക്ക് തന്നെയാണെന്ന് പറഞ്ഞ് മാനേജറെ പൊക്കുന്നു. ഇവിടെ അമ്മാവനോട് നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ നല്ല കുട്ടിയാണ്, അവളെ കൈവിടാതെ നോക്കണം, എന്ത് വന്നാലും അവളെ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് അമ്മ പോകുമ്പോൾ ഇവളും വർക്കുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. അവളെ തടഞ്ഞു നിർത്തി ഷെന്ന് ആ വെഡിങ് റിങ് ഇവളുടെ വിരലിൽ ഇട്ട് കൊടുക്കുന്നു. എക്സ്പെൻസീവായ റിങ് ആണെന്ന് മനസ്സിലായ അവൾ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. അവൾക്ക് വേണ്ടി വാങ്ങിച്ചതായതോടെ തന്നെ അവനൊരു മാലയിൽ കോർത്ത് അവളുടെ കഴുത്തിൽ ചാർത്തി. അന്നേരം അവർ രണ്ടുപേരും കിസ്